Dear students, welcome to social science class. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ തേർഡ് ജോഗ്രഫി ചാപ്റ്ററാണ് നാഷണൽ ഇൻകം. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ദ ഡെഫിനിഷൻ ഓഫ് നാഷണൽ ഇൻകം, ദാറ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ country during a particular year. Okay, the total goods and services that received from mainly in three sectors, or the total income received from three sectors that we all know: the agricultural sector, industrial sector, and service sector. All these three sectors we already studied in small classes. Okay, after that we discussed some of the comparison study of the different national income countries. Okay, then we discussed some of the objectives of calculating the national income. Okay, we can analyze the growth of a nations, the economic growth of a nations from these objective. It was the one of the important objective of calculating national income, and to assess the contribution of different sectors in the economy, and to study the problem faced by the economy, and to help the government in planning and implementing different projects, and to find out the limitations and advantages of economic activities like production, consumption, and distribution. All these are some of the objectives of calculating national income. Okay, now we are going to discuss some important concepts of national income. What do you mean by the concepts of national income? എന്താണ് കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ? ദേശീയ വരുമാനത്തിൻ്റെ ചില പ്രധാന ആശയങ്ങൾ, അതാണ് കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. പ്രധാന ആശയങ്ങൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ദേശീയ വരുമാനത്തിൻ്റെ, നാഷണൽ ഇൻകത്തിൻ്റെ കൺസെപ്റ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് GNP ആണ്, മറ്റൊന്ന് GDP ആണ്, നെക്സ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, എന്നിങ്ങനെ 3 എണ്ണമാണുള്ളത്. അല്ല, GNP, GDP, NNP ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, ഇങ്ങനത്തെ ഫോർ കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം ഉണ്ട്. ഓക്കെ, എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GNP? എന്താണ്? ദേശീയ വരുമാനത്തിലെ കൺസെപ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ GNP എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാൻ പോവുകയാണ്. GNP അതിൻ്റെ ഫുൾ ഫോമാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള, നാഷണൽ ദേശീയ, പ്രൊഡക്റ്റ് ഉൽപ്പന്നം. അപ്പോൾ പറയാം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്ത ദേശീയ ഉൽപ്പന്നം. എന്താ നോക്കാം. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GNP അതൊരു പ്രധാന ദേശീയ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് കാണുന്നത്? GNP കാണുന്നത്. ഓക്കെ, എങ്ങനെയാണ്? എന്താണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും അവസാനമായിട്ടുള്ള ഉൽപ്പന്നം. അതായത് നമുക്ക് നമ്മുടെ ഉപഭോഗത്തിനായിട്ട്, കൺസപ്ഷനായിട്ട് ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങളാണിത് ഫൈനൽ ഗുഡ്സ്. അതായത് നമ്മൾ ഒരു ഷോപ്പിൽ പോയി ഒരു ഷർട്ട് വാങ്ങുന്നു. ആ ഷർട്ട് എന്താണ്? ഫൈനൽ പ്രൊഡക്റ്റാണ്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം കേട്ടോ. ദ പ്രൊഡക്ട്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസംഷൻ ആർ കോൾഡ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് ഉപഭോഗത്തിനായിട്ട് ലഭിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും എന്താണ്? ഫൈനൽ പ്രൊഡക്റ്റാണ്. ഒരു എക്സാമ്പിൾ നോക്കൂ കേട്ടോ, അതിലൂടെയാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. ഈ എക്സാമ്പിൾ പറയുന്നതിലൂടെ. ഓക്കെ, വി മാനുഫാക്ചർ ഷർട്ട്സ് യൂസിങ് റോ മെറ്റീരിയൽ സച്ച് ആസ് ക്ലോത്ത്, ത്രെഡ് ആൻഡ് ബട്ടൺ. നമ്മൾ ഷർട്ട് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഷർട്ട് എന്ന് പറയുന്നത് ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ്. നമ്മളൊക്കെ ഇട്ടിരിക്കുന്ന ഷർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ്. കാരണം അതിൽ ഒരുപാട് റോ മെറ്റീരിയലൊക്കെ വന്ന് ബട്ടൺ ഉണ്ട്, ക്ലോത്ത് ഉണ്ട്, ത്രെഡ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ റോ മെറ്റീരിയൽസാണ്, അസംസ്കൃത വസ്തുക്കളാണ്. ഈ
തുണിയും നൂലും ബട്ടണും, അതായത് ക്ലോത്തും ത്രെഡും അതുപോലെ ബട്ടൺസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഷർട്ട് എന്ന് പറയുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കൺസംഷനായിട്ട് എന്താണുള്ളത്? ഫൈനൽ പ്രൊഡക്റ്റ് ഏതാണ്? ഷർട്ടാണ്. ദ മണി വാല്യൂ ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ടേക്കൺ ഇൻ അക്കൗണ്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങാനുള്ള ഈ ഷർട്ടിൻ്റെ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ക്ലോത്തും ത്രെഡും അതുപോലെ ബട്ടൺസിൻ്റെ എല്ലാ ക്യാഷും കൂടിയതായിരിക്കും ആ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ, ആ ഷർട്ടിൻ്റെ എമൗണ്ട് അല്ലേ? ഒരു 500 രൂപ എന്താണ് ഷർട്ടിന് 500 രൂപയാണ് മൊത്തം. അപ്പോൾ ആ 500 രൂപയിൽ ആ ഷർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ റോ മെറ്റീരിയൽസും, ബട്ടൺസിൻ്റെ പൈസ, അതിൻ്റെ നൂലിൻ്റെ പൈസ, അതിൻ്റെ സ്റ്റിച്ചിൻ്റെ പൈസ, എല്ലാ ഇതും എന്തിലടങ്ങിയിട്ടുണ്ടാവും? ആ 500 രൂപയിൽ അടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഫൈനൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഈ ഫൈനൽ പ്രൊഡക്ട്സിൻ്റെ ബേസിസിലാണ് അല്ലേ ഈ അന്തിമ ഉൽപ്പന്നങ്ങളൊക്കെ, എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും പണമൂല്യം മൊത്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? GNP കിട്ടുന്നത്. ഓക്കെ, നോക്കൂ. ദ മണി വാല്യൂ ഓഫ് ഫൈനൽ പ്രൊഡക്ട്സ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതുപോലെ ഈ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെയും മണി വാല്യൂ, എല്ലാത്തിൻ്റെയും പൈസ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. വൈ കാൽക്കുലേറ്റിംഗ് മണി വാല്യൂ ഓഫ് ദി ഷർട്ട്, ദ വാല്യൂ ഓഫ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് ബട്ടൺ ആൻഡ് ക്ലോത്ത്സ് ആർ ഇൻക്ലൂഡഡ് അല്ലേ? നമ്മൾ ഷർട്ടിൻ്റെ മണി വാല്യൂ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെയും ഇൻക്ലൂഡ് ആവും. ദ വാല്യൂ ഓഫ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് ബട്ടൺ ആൻഡ് ക്ലോത്ത് ആർ ഇൻക്ലൂഡ്. ഓക്കെ, thus the money value of final goods and services produced is the gross national product. The GNP of a country is calculated for a particular financial year. GNP എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇന്ത്യയിൽ സാമ്പത്തിക വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ആ ഒരു ഫിനാൻഷ്യൽ ഇയർക്കാണ് എന്ത് കണക്കാക്കുക? GNP കണക്കാക്കുക. അപ്പോൾ GNP എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെയും മണി വാല്യൂ ആഡ് ചെയ്തിട്ടാണ് എന്ത് കാണുന്നത്? GNP കാണുന്നത്. അതായത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഫൈനൽ പ്രൊഡക്റ്റ് അല്ലേ? ഷർട്ട് പറഞ്ഞതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ടായിരിക്കും. ആ സാധനങ്ങളുടെ ഒക്കെ പൈസ മണി വാല്യൂ ആഡ് ചെയ്തിട്ടാണ് എന്ത് കണക്കാക്കുന്നത്? GNP കണക്കാക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നു GDP. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നോക്കാം. GDP അതായത് ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം, പ്രൊഡക്റ്റ് ഉൽപ്പന്നം. അപ്പോൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, അതാണ് GDP. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് GDP 12.2, GDP 2.5 അല്ലെ? GDPയുടെ ശതമാനം കുറയുന്നു, ഇന്ത്യയിൽ GDPയുടെ ഇത് കൂടുന്നു എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ന്യൂസുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് നോക്കാം നമുക്ക്. GDP, the gross domestic product, is the most suitable concept of national income to analyze the contribution of sectors in an economy. അതായത് മേഖലകൾ, നമ്മുടെ ഈ 3 സെക്ടറുകൾ തിരിച്ചുള്ള സാമ്പത്തിക അനലൈസിസ് ഉണ്ടല്ലോ, വിശകലനത്തിന് വേണ്ടി ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇത് GDP എന്ന് പറയുന്നത്. എന്താ നോക്കാം. ദ GDP of a country is the total money value of the final goods and services that produced within the domestic territory during a financial year. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? GDP എങ്ങനെയാണ്? GNPയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ദ GDP ഓഫ് എ കൺട്രി ഇസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് എ ഫൈനൽ ഗുഡ്സ് അല്ലേ? ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൈനൽ ഗുഡ്സിൻ്റെ ടോട്ടൽ മണി വാല്യൂ അല്ലേ? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മണി വാല്യൂ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി. നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്ക് ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ്സ് ആണ്. അതായത് പുറത്തുനിന്ന് വരുന്നത് കൂട്ടൂല. രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നത് കൂട്ടൂല. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ
മണി വാല്യൂ ആഡ് ചെയ്തിട്ടാണ് GDP കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, നോക്കാം. ദ ഇൻകം ഓഫ് പീപ്പിൾ വർക്കിംഗ് അബ്രോഡ്, അല്ലേ? അതുപോലെ ആൻഡ് ദ പ്രോഫിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫേം ഓപ്പറേറ്റിംഗ് അബ്രോഡ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ദി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ GDP കണക്കാക്കുമ്പോൾ നമ്മുടെ ഉപ്പമാരും കാക്കന്മാരും വല്യപ്പന്മാരും ഒക്കെ ദുബായിലൊക്കെ ഉണ്ടായിരിക്കും, ഗൾഫിലുകൾ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ വിദേശത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലല്ലാതെ മറ്റു പുറത്തു പോയി ജോലി എടുക്കുന്നവരുടെ വരുമാനമൊന്നും GDPയിൽ ഇൻക്ലൂഡ് ആക്കൂല, അതിൽ ആക്കൂല. GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ക്യാഷൊന്നും ഇതിൽ ആഡ് ചെയ്യില്ല. അതുപോലെ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫേംസ് ഓപ്പറേറ്റിംഗ് അബ്രോഡ്, പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ സംരംഭങ്ങളുടെയോ ഒന്നും ലാഭം ഇതിൽ ഉൾപ്പെടുത്തുകയില്ല. അതിനൊരു എക്സാമ്പിൾ പറയുന്നു. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ആൻ ഇന്ത്യൻ ഫേം ഓപ്പറേറ്റ്സ് ഇൻ അമേരിക്ക. ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ലാഭം ഇവിടെ അമേരിക്കയുടെ GDPയിൽ ഉൾപ്പെടുത്തും, പക്ഷേ ഇന്ത്യയുടെ GDPയിൽ ഉൾപ്പെടുത്തില്ല. ഇന്ത്യയുടെ GNPയിലാണ് ഉൾപ്പെടുത്തുക. അതാണ് ഒരു എക്സാമ്പിൾ. അപ്പം ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത്, ഓക്കെ, ഇന്ത്യയുടെ സ്ഥാപനം അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അമേരിക്കയിലെ GDPയിൽ ഉൾപ്പെടും, ഇന്ത്യയുടെ GNPയിലാണ് ഉൾപ്പെടുക, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിനാണ് ഉൾപ്പെടുക, GDPയിൽ അത് ഉൾപ്പെടില്ല. അത് മറക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ആൻ ഇന്ത്യൻ ഫേം ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ അമേരിക്ക, ദ പ്രോഫിറ്റ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി GDP ഓഫ് അമേരിക്ക ബട്ട് ഇൻ ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ. പക്ഷേ ഇന്ത്യയുടെ GNPയിൽ ഉൾപ്പെടുത്തും. ദാറ്റ് ഈസ് ടു സേ വൈൽ കാൽക്കുലേറ്റിംഗ് ദി GDP ഓഫ് ഇന്ത്യ സച്ച് ഇൻകം വിൽ ബി എക്സ്ക്ലൂഡഡ്. അതുപോലെ GDP കണക്കാക്കുമ്പോൾ ഇങ്ങനത്തെ വരുമാനമൊക്കെ ഒഴിവാക്കും. ഓക്കെ, അതാണ് GDP ട്ടോ. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ പ്രൊഡക്ട്സിൻ്റെ ടോട്ടൽ മണി വാല്യൂ, രാജ്യത്തിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മണി വാല്യൂ ആണ് അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് GDP. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NNP? നോക്കാം. NNP എന്താണെന്ന്. NNP എന്ന് പറഞ്ഞാൽ അറ്റ ദേശീയ ഉൽപ്പന്നം. NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഇഫ് യു പർച്ചേസ് എ കമ്പ്യൂട്ടർ ആൻഡ് സെൽ ഇറ്റ് ദി നെക്സ്റ്റ് ഇയർ, അല്ലേ? നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങുകയാണ്, ആൻഡ് സെൽ ഇറ്റ് ദി നെക്സ്റ്റ് ഇയർ, അത് പിന്നെ അടുത്ത വർഷം വിൽക്കുകയാണ്. വിൽ യു ഗെറ്റ് ദ സെയിം എമൗണ്ട് ദാറ്റ് യു സ്പെൻഡ് വൈൽ പർച്ചേസിങ് ഇറ്റ്? അപ്പോൾ നിങ്ങൾ വാങ്ങിയ വില തന്നെ കിട്ടുമോ? ഇല്ല. ഒരു മൊബൈൽ വാങ്ങി, പുതിയ മൊബൈൽ വാങ്ങി, 10,000 രൂപ കൊടുത്തൊരു പുതിയ മൊബൈൽ വാങ്ങി, അതൊരു വർഷം ഉപയോഗിച്ചു, എന്നിട്ട് നിങ്ങൾ വീണ്ടും അത് വിൽക്കാൻ പോവുകയാണ്. ഒരു ഷോപ്പിൽ പോയി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ വാങ്ങിയ വില തന്നെ കിട്ടുമോ? ഇല്ല, അല്ലേ? അവർ പറയും ഇതിന് 8,000 രൂപ കിട്ടുള്ളൂ, അല്ലേ? അവിടെ 2,000 രൂപ കുറഞ്ഞു. എന്താണ് ആ 2,000 രൂപ? അവിടെയാണ് ആ 2,000 രൂപയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. തേയ്മാന ചിലവ്, ഡിപ്രീസിയേഷൻ ചാർജ്. അപ്പോൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ആ സാധനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ ചാർജ് കുറയ്ക്കും. അതാണ് NNP പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇഫ് യു പർച്ചേസ് എ കമ്പ്യൂട്ടർ ആൻഡ് സെൽ ഇറ്റ് ദി നെക്സ്റ്റ് ഇയർ, നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങുകയാണ്, അത് ഉപയോഗിച്ച് അത് നെക്സ്റ്റ് ഇയറിൽ വിൽക്കുന്നു. വിൽ യു ഗെറ്റ് ദി സെയിം എമൗണ്ട്? നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വില കിട്ടുമോ? ഇല്ല. ദാറ്റ് യു സ്പെൻഡ് വൈൽ പർച്ചേസിങ് ഇറ്റ്, അല്ലേ? വൈ സിമിലർലി വിത്ത് ടൈം മെഷീനറി ആൻഡ് അതർ തിങ്സ് സഫർ ഫ്രം വിയർ ടു ടിയർ, അല്ലേ? യന്ത്ര സാമഗ്രികളൊക്കെ മറ്റു സാധനങ്ങളുമൊക്കെ പഴക്കം കൊണ്ട് അത് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. ദ കോസ്റ്റ് ഇൻകേർഡ് ടു റെമഡി ദിസ് വിയർ ആൻഡ് ടിയർ ഈസ് ടേംഡ് ആസ് ഡിപ്രിസിയേഷൻ ചാർജ്. അപ്പോൾ എന്താണ് ഡിപ്രിസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്? ഈ യന്ത്ര സാമഗ്രികളൊക്കെ സാധനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്രിസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഇൻകേർഡ് ടു റെമഡി ദിസ് വിയർ ആൻഡ് ടിയർ ഈസ് ടേംഡ് ആസ് ഡിപ്രിസിയേഷൻ ചാർജ്. ഓക്കെ,
അപ്പം എന്താണ് ഡിപ്രീസിയേഷൻ ചാർജ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദ മെഷീനറി ആൻഡ് അതർ തിങ്സ്, ഓക്കെ, ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ദ മെഷീനറി ആൻഡ് അതർ തിങ്സ് സഫർ ഫ്രം വിയർ ആൻഡ് ടയർ, അല്ലേ? നമ്മുടെ യന്ത്രങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ എന്താകുന്നുണ്ട്? ദേ ആർ സഫർ ഫ്രം വിയർ ആൻഡ് ടിയർ, തേയ്മാനം സംഭവിക്കുന്നുണ്ട്. ദ കോസ്റ്റ് ഇൻകേർഡ് ടു റെമഡി ദിസ് വിയർ ആൻഡ് ടിയർ ഈസ് ടേംഡ് ആസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, പറയാം. ദ ഡിപ്രീസിയേഷൻ ചാർജസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ കാൽക്കുലേറ്റിംഗ് ദി നാഷണൽ ഇൻകം. അപ്പം ഈ ഡിപ്രീസിയേഷൻ ചെലവ്, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം ഡിപ്രീസിയേഷൻ ചെലവുകൾ പരിഗണിക്കാറുണ്ട്. When we deduct depreciation charge from gross national product, we get the net national product. അപ്പോൾ GNP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ ചാർജുകൾ കുറച്ചാൽ എന്ത് കിട്ടും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ടെക്നിക്കലി ദ നാഷണൽ ഇൻകം ഈസ് കൺസിഡർ ആസ് നാഷണൽ ഇൻകം. ഓക്കെ, നാഷണൽ ഇൻകം എങ്ങനെയാണ് നോക്കൂ. ഈ കോളത്തിൽ കണ്ടോ? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ GNP യിൽ നിന്ന്. എന്താ GNP? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തമായിട്ടുള്ള അന്തിമ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മനി വാല്യൂ ആഡ് ചെയ്തതാണ് എന്ത്? GNP. നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. മെഷീനറികളുടെ വിയർ ആൻഡ് ടിയർ, അല്ലേ, അതിൻ്റെ കോസ്റ്റാണ് ഡിപ്രീസിയേഷൻ ചാർജ്. ഓക്കെ, അത് കുറച്ചാൽ എന്ത് കിട്ടും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. ഇനി എന്താ നോക്കാം. നെക്സ്റ്റ് പറയുന്നു പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം. ഇവിടെ നോക്കൂ. വെൻ വി ഡിവൈഡ് ദ നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ വി ഗെറ്റ് പെർ ക്യാപിറ്റ ഇൻകം, അല്ലേ? നിങ്ങൾക്ക് അതായത് നമ്മുടെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കാം. ഈ 10 കുട്ടികളും 10,000 രൂപ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്? വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വരുമാനം ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ 10 അടിച്ചാൽ എന്ത് കിട്ടും? ഈ 10 കുട്ടികളുടെ ഓരോരോ ഇത് കിട്ടില്ലേ? വരുമാനം കിട്ടും നമുക്ക്, അല്ലെ? ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് കിട്ടുന്ന നാഷണൽ ഇൻകം ഉണ്ടല്ലോ, ആ നാഷണൽ ഇൻകം കൊണ്ട് എന്ത് ചെയ്യും? പോപ്പുലേഷൻ കൊണ്ട്, ജനസംഖ്യ കൊണ്ട് ഹരിക്കും. വെൻ വി ഡിവൈഡ് ദി നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ വി ഗെറ്റ് പെർ ക്യാപിറ്റ ഇൻകം. അങ്ങനെ അല്ലേ, ദേശീയ ടോട്ടൽ നാഷണൽ ഇൻകത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അല്ലേ, നമുക്ക് ഓരോ ആളിൻ്റെയും പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ആളോഹരി വരുമാനം, പ്രതിശീർഷ വരുമാനം കിട്ടും, അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്നൊക്കെ പറയും. ഇറ്റ് ഹെൽപ്സ് ടു നോ ദ എക്കണോമിക് പൊസിഷൻ ഓഫ് എ കൺട്രി ആൻഡ് ടു കമ്പയർ ഇറ്റ് വിത്ത് അതർ കൺട്രീസ്. ഇതെന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില മനസ്സിലാക്കുന്നതിന് ഈ പെർ ക്യാപിറ്റ ഇൻകം മനസ്സിലാക്കും. ഒരു രാജ്യത്ത് ഒരാൾ എത്ര ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകത്തിന് നോക്കൂ. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. നാഷണൽ ഇൻകം 100 ആണ്, ടോട്ടൽ പോപ്പുലേഷൻ 10 ആണെങ്കിൽ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പം അങ്ങനെയാണ് പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. NNP കാൽക്കുലേറ്റ് ചെയ്യൽ എങ്ങനെയാണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജ്. ഓക്കെ, എന്നിങ്ങനെയൊക്കെയാണ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ, ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കണേ.